ഈശോയിൽ സ്നേഹമുള്ളവരെ, 2 വർഷം മുമ്പ് ട്രീസ എന്ന മോൾ എഴുതിയ ഒരു കുറിപ്പ് വായിക്കാൻ ഇടയായി. അവൾ ശുദ്ധീകരണാത്മാക്കൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അവൾക്ക് നൽകിയ ഒരു സമ്മാനത്തെക്കുറിച്ചായിരുന്നു അത്. വായിച്ചപ്പോൾ ആ സംഭവം എന്നെ ഏറെ സ്പർശിച്ചു. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ശുദ്ധീകരണാത്മാക്കൾക്കായി പ്രാർത്ഥിക്കാൻ. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നത് ഫലപ്രദമാണോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും കൊച്ചു സഹനങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളെക്കുറിച്ച് വായിച്ചത് മുതൽ അവരോട് ഒരു പ്രത്യേക സ്നേഹം എനിക്ക് തോന്നി തുടങ്ങിയെന്നാണ് ട്രീസ പറയുന്നത്. മതബോധന ക്ലാസ്സിൽ നിന്നും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലും മറ്റ് ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിലും നിന്നുമാണ് മരണശേഷം ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന അത്തരം ആത്മാക്കളെക്കുറിച്ചുള്ള അറിവുകളും പ്രാർത്ഥനകളും ഈ മോൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഈശോ മറിയം യൗസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒരു തവണ ചൊല്ലുമ്പോൾ ഒരാത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് വായിച്ചപ്പോൾ മുതൽ ദിവസവും പല തവണ അവളത് ആവർത്തിച്ചിരുന്നു. ഇത്തരം പ്രാർത്ഥനകളുടെ ഫലസിദ്ധിയെപ്പറ്റി അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഏതാണ്ട് ഒരു 16 വർഷം മുമ്പ്, അതായത് അവൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടായ ഒരു സംഭവം അവൾ പറയുന്നത് ഇങ്ങനെയാണ്. ആ വർഷത്തെ സ്കൂൾ വിനോദയാത്രയുടെ അറിയിപ്പ് വന്നതേ ഞങ്ങൾ കൂട്ടുകാർ ത്രില്ലടിച്ച് ചർച്ച തുടങ്ങി. അപ്പോഴാണ് ഒരു കൂട്ടുകാരി സങ്കടപ്പെട്ടു പറയുന്നത്, എൻ്റെ വീട്ടിൽ നിന്നും ഉറപ്പായും വിടില്ല, ഇതുവരെ ഒരു ടൂറിനും വിട്ടിട്ടില്ല. സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകളായിരുന്നു അവൾ. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ അവൾ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കും അതൊരു വിരസത ആകുമെന്നുറപ്പ്. എന്തായാലും സമയമുണ്ടല്ലോ, അപ്പോഴേക്കും നോക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും അവൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. കൂട്ടുകാരെല്ലാവരും കൂടെ പണം ശേഖരിക്കാമെന്നോ ടീച്ചർമാരോട് പറഞ്ഞു നോക്കാമെന്നോ മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ച് ശരിയാക്കാമെന്നോ ഒക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും അതൊന്നും പ്രായോഗികമാക്കാനുള്ള ധൈര്യം അന്ന് ഞങ്ങൾക്കില്ലായിരുന്നു. എന്തായാലും അവളുടെ വിഷമം ഓർത്തപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഈശോയോട് പറഞ്ഞു, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഒരു ശുദ്ധീകരണാത്മാവെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ, ആ ആത്മാവിൻ്റെ മാധ്യസ്ഥ്യം വഴി കൂട്ടുകാരിയെ ടൂറിന് വിടണമേ എന്ന്. അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുവാൻ എനിക്ക് പതിവിലും ഉത്സാഹമായിരുന്നു. പിറ്റേന്ന് രാവിലെ ക്ലാസ്സിൽ വന്ന കൂട്ടുകാരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു തടസ്സവും പറയാതെ എന്നെ ടൂറിന് വിട്ടു. അപ്പച്ചന് ഇതെന്തു പറ്റിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. അന്ന് അവൾക്കുണ്ടായ അതേ സന്തോഷം എനിക്കുമുണ്ടായി. ഞാൻ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നത് വെറുതെ ആയിട്ടില്ല എന്നൊരു ബോധ്യം മനസ്സിലങ്ങനെ നിറഞ്ഞു നിന്നു. നാളുകൾ കഴിഞ്ഞാണ് 1000 ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കുവാനുള്ള വിശുദ്ധ ജെർദ്രൂദിൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനയായി മാറിയത്. ഹോസ്റ്റൽ മുറിയിലെ എൻ്റെ കിടക്കയുടെ ഭിത്തിവശത്ത് ഞാനത് എഴുതി ഒട്ടിച്ചു. എന്നും രാവിലെയും രാത്രിയും നോക്കി വായിക്കുമായിരുന്നു. ആരുടെയെങ്കിലും മരണ അറിയിപ്പ് കേട്ടാലോ അത് ഫോണിൽ മെസ്സേജ് ഇടുമ്പോഴോ ഈ പ്രാർത്ഥന ചൊല്ലി അത് വാട്സാപ്പ് സ്റ്റാറ്റസായി ഇടുന്നത് എൻ്റെ ശീലമായി. പ്രാർത്ഥിക്കുവാനും ഓർമ്മിക്കുവാനും ആരുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ അവരുടെ സന്തോഷം നമ്മുടെ മനസ്സ് നിറയ്ക്കുമെന്നത് ശരിയല്ലേ? വിശുദ്ധ കുർബാനയിൽ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് നമുക്ക് അവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന വഴി സ്വർഗത്തിലെത്തുന്ന ആത്മാക്കൾ ആവശ്യ സമയത്ത് നമ്മളെ തിരിച്ചും സഹായിക്കും. തീർച്ചയാണത്. വിശുദ്ധ ജെർദ്രൂദിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ചു ചൊല്ലാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.